ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്മാരാണ് കണ്ടുപിടിച്ചത്. അപ്പൊ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്തുകൂടാ? അത് എന്താണ്, മനുഷ്യന്മാർക്ക് കഴിയുമോ ഇല്ലാണ്ട കഴിയില്ല? അതിന്റെ ഒരു ഉത്തരമാണ് വേണ്ടത്. തീർച്ചയായും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മനുഷ്യരല്ലേ ഈ കണ്ടുപിടുത്തം തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ കൺട്രോൾ നമുക്ക് വേണമല്ലോ. ഇനി വല്ലാണ്ട് അതങ്ങോട്ട് നമുക്ക് ഉപദ്രവമാണെങ്കിൽ നമുക്ക് ആ വയറണ്ട് കട്ട് ചെയ്തൂടെ, അല്ലെങ്കിൽ ആ പ്ലഗ് കണ്ട് വലിച്ചിട്ടൂടെ? ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള ഒരു ടെക്നോളജിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്താണ് ഈ ടെക്നോളജിയെ ചെയ്തത് എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസൈനിങ് നമ്മളെ ആണ്. ഈ ടെക്നോളജിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ജെഫ്രി ഹിൻഡൻ ആണ്. ഡോക്ടർ ജെഫ്രി ഹിൻഡൻ ആരാണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗോഡ് ഫാദർ ആണ്. ഗൂഗിളിന്റെ AI ഡയറക്ടറാണ്. പുള്ളിക്ക് ഈ 2 മാസം മുമ്പ് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഈ വ്യക്തിയാണ് നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിചയപ്പെടുത്തിയത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ജെഫ്രി ഹിൻഡന് പുള്ളിയുടെ ജോലിയിൽ നിന്ന് റെസിഗ്നേഷൻ ചെയ്തു. പബ്ലിക്കിൽ വന്നു, മീഡിയ കോൺഫറൻസ് വിളിച്ച് ലോകത്തോട് തുറന്നു പറഞ്ഞു, ഞങ്ങൾ ഒരു ഇൻവെൻഷൻ നടത്തിയിരുന്നു. ഈ ഇൻവെൻഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളെയും അത് സോൾവ് ചെയ്യുമെന്നതാണ്. എല്ലാ അസുഖവും ക്യൂറബിൾ ആണ്. നമുക്ക് ലോകം ഇന്ന് ഫേസ് ചെയ്യുന്ന ഈവൻ ഗ്ലോബൽ വാർമിംഗ് പോലും അതിന് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്യുന്ന ഈ ടെക്നോളജിയുടെ 20% അതിന്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഒരു പക്ഷേ നമ്മളെ ഹ്യൂമാനിറ്റിയെ എലിമിനേറ്റ് ചെയ്യാനും ഈ ടെക്നോളജിക്ക് സാധിക്കുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് പുള്ളി ഈ ലെവലിൽ പറഞ്ഞതിന് കാരണം എന്താണ്? പുള്ളി അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഇത് നമ്മളല്ലേ ഉണ്ടാക്കിയത്, എന്തുകൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പുള്ളി പറയുന്നത് എന്താണ്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ജനിപ്പിച്ചത് നമ്മളാണെങ്കിലും നമ്മൾ ഇതിനെ ആകെ ചെയ്തിരിക്കുന്ന ഒരു ആൽഗോരിതമാണ്. എങ്ങനെ പഠിക്കണമെന്ന ആൽഗോരിതം, ഇത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് പഠിച്ചെന്നോ എങ്ങനെ പഠിച്ചെന്നോ നമുക്ക് ആർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് മനുഷ്യർക്ക് അറിയാത്ത ഒന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അറിയുന്നതിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പഠിക്കുന്ന ഒരു സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറ്റവും ബുദ്ധിമാനായ ഒരു സ്റ്റുഡന്റ് ഒരു 1 വീക്ക് പഠിക്കുന്നത് കൊണ്ട് ഇത് 20,000 വർഷത്തിൽ പഠിക്കുമെന്നാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മളില് ചാറ്റ് GPT നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 2 വർഷമായിട്ട് വന്നിട്ട് നമ്മൾ വാട്സപ്പിലെ മെറ്റ ഉപയോഗിക്കാറുണ്ട്. 5 മാസമായി വന്നിട്ട് നമ്മള് മനുഷ്യര് ഭൂമിയിൽ 3 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾക്ക് സാധിക്കുന്നില്ല ഇവര് തരുന്ന ഉത്തരങ്ങൾ. നമ്മൾ ഇന്ന് വാട്സപ്പിലെ മെറ്റയോട് ലോകത്തെ എന്ത് ചോദിച്ചാലും, ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് വരെ എന്ത് ചോദിച്ചാലും അത് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ പറ്റി എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് വന്നിട്ട് 5 മാസം. 2024 മനുഷ്യനെ അറിയുന്നതെല്ലാം AI അറിയാമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനുഷ്യർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യാണ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എന്തൊക്കെ അറിയാമെന്ന്. നമ്മൾക്ക് അറിയില്ല അത് എന്ത് പഠിച്ചെന്നോ എങ്ങനെ പഠിച്ചെന്നോ എന്ന്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മെഡിക്കൽ ലൈസൻസിങ് പ്രൊഫഷണൽ ടെസ്റ്റ്, കുട്ടികളൊക്കെ സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് കൊടുക്കും. ഇത് 60-70% മനുഷ്യൻ പാസ്സാകുന്നതെങ്കിൽ ഇത് 100% പാകം. അങ്ങനെ ലോകത്തെ എല്ലാ പ്രൊഫഷനുകളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ ടെസ്റ്റുകളും പാസ്സായി എന്നുള്ളതാണ്. മനുഷ്യന്റെ കേപ്പബിലിറ്റിയുടെ അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൂറിംഗ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാസ്സായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അറിയാത്തതും ചെയ്യാൻ പറ്റാത്തതുമായി ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു 1, 2, 3 മനുഷ്യര് ഇത് പാസ്സായി, അല്ലെങ്കിൽ 100 പേര് നമ്മൾ ഇതേക്കുറിച്ച് വെറി ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത് പാസ്സായുള്ള പ്രശ്നം ഏത് മാതിരിയാണ്? നമുക്ക് എല്ലാവർക്കും പാടെ ഒരു ഗൂഗിൾ മാപ്പ് മതി, എല്ലാവർക്കും പാടെ ഒരു ഗൂഗിൾ മതി, എല്ലാവർക്കും പാടെ ഒരു വാട്സപ്പ് മതി. ഇനി എല്ലാവർക്കും കൂടി ലോകത്ത് ഒരു ഡോക്ടർ മതി, ഒരു എഞ്ചിനീയർ മതി. ഇത് ലോകത്തെ ജോലികളെ എല്ലാം ഇല്ലാതെയാക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ പ്രൊഫഷനും AI ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബിസിനസ്സുകളും ജോബുകളും നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് നമ്മൾക്ക് ഇതിലുള്ള കൺസേൺസ്. ഇതാണ് ഈ മേജർ ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ്. ഇത് ഒരിക്കലും നമുക്ക് ഇനി മനുഷ്യന്
മനുഷ്യന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം, എങ്ങനെയെന്ന് പറയാം. അത് ചെയ്യോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും ഇന്റർനെറ്റ് ലോകത്ത് നിന്ന് ഓഫാക്കണം. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. മൊബൈലിനെ നമുക്ക് എടുക്കാണ്ട് ഇന്ന് നാട്ടില് നമ്മള് പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയോ ഇപ്പൊ ഇന്റർനെറ്റിനെ ഒന്ന് ഓഫ് ആക്കിയാൽ ഇന്ന് ലോകം എങ്ങനെയുണ്ട്? ഈ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്.